ഹലോ എവരിവൺ, വാവ് ഫൗണ്ടേഷൻ്റെ ഫുട്ബോൾ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. രണ്ടുപേരും ഫുട്ബോൾ താരങ്ങളാണ്. ഇവർ രണ്ടുപേരെയും ഒരേപോലെ അല്ലെങ്കിൽ ഫെമിലിയർ ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഒന്നാമത്തെ ഗസ്റ്റിനെ പരിചയപ്പെടാം. ജന്മന കാലുകൾക്കുണ്ടായ വൈകല്യം തൻ്റെ കഠിനാധ്വാനം കൊണ്ട് മറികടന്ന് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മുൻ ഐ ലീഗിലെ മുംബൈ FC, ബംഗളൂരു FC, മുഹമ്മദൻസ്, അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിവാ കേരളയുടെ ഗോൾ കീപ്പർ ക്യാപ്റ്റൻ, അതും ഐ ലീഗിലെ ചരിത്രത്തിലെ ആദ്യത്തെ മലയാളി ഗോൾ കീപ്പർ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള നമ്മുടെ എവരുടെയും സുപരിചിതനായിട്ടുള്ള ശ്രീ ശരത്താണ്. ശരത്, ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മറ്റൊരു ഗസ്റ്റ് പന്ത് തട്ടി തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ കാല് ആക്സിഡൻറ്റ് മൂലം ഒരു കാല് നഷ്ടപ്പെടുകയും പിന്നീട് തൻ്റെ ആത്മധൈര്യം കൊണ്ട് ഉയർന്നു വന്ന് തൻ്റെ ഫുട്ബോൾ കരിയർ നശിച്ചു പോയി അല്ലെങ്കിൽ തകർന്നു പോയി എന്ന സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന പോലെ ഇന്ത്യൻ ആംബ്യൂട്ടി ടീമിൻ്റെ ക്യാപ്റ്റൻ ശ്രീ വൈശാഖാണ്. വൈശാഖ്, സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വളർന്നു ഇപ്പോൾ ശരത്തായാലും അതുപോലെ തന്നെ വൈശാഖായാലും നിങ്ങളെല്ലാം പുഷ് ചെയ്യാൻ ആരുമില്ലാതിടത്ത് നിങ്ങൾ തന്നെ സ്വയം കയറി വന്നതാണ്. പക്ഷേ അതുപോലെ എല്ലാവർക്കും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് കഴിവുണ്ടായിട്ട് നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ വിളിക്കാറുണ്ട്, നാട്ടുമ്പുറത്തെ മെസ്സി, നാട്ടുമ്പുറത്തെ റൊണാൾഡോ, അല്ലെങ്കിൽ ഇവൻ എൻ്റെ നാട്ടിലെ ഏറ്റവും നല്ല പ്ലെയറാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അവരൊരു പ്രൊഫഷണൽ കരിയറിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത്? എന്താണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ? എന്തായിരിക്കണം? ഇന്ത്യയിൽ ഫുട്ബോൾ വളരാണ്ട് നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, പല കുട്ടികൾക്കും ഏറ്റവും മികച്ച അക്കാദമികളിൽ ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്, ഇല്ലാതെ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടും ദൂരം കൂടുതലായത് കൊണ്ടൊക്കെ പല ഉൾനാട്ടിൽ നിന്ന് നല്ല ടാലൻ്റ് ഉണ്ടായിട്ടും കളിക്കാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട് എവിടെ എത്താണ്ടായിപ്പോയി ഒരുപാട് ആളുകളുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ഒരു നാട്ടും പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെയൊക്കെ നാട്ടിൽ ഒരുപാട് ടാലൻ്റുള്ള ആളുകൾ ഉണ്ടായിട്ടും അവരവരുടെ കളി സ്വന്തം നാട്ടിലെ മൈതാനങ്ങളിൽ അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം കുട്ടികളും. അപ്പോൾ അവർക്ക് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടും, അല്ലെങ്കിൽ എങ്ങനെ ഏത് വഴി പോയാൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ എത്താൻ പറ്റും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ആണ് ഭൂരിഭാഗം ആൾക്കാരും എവിടെ എത്താണ്ടായി പോകുന്നത്. ഇന്ത്യയിൽ ടാലൻ്റുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെങ്കിൽ ഈ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സംഗതി പഠിക്കാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ എവിടെ എത്താണ്ട് ഇങ്ങനെ ആയി പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴും പല സ്കൂളുകളിലും, കുറേ സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഭൂരിഭാഗം സ്കൂളുകളിലും PT പീരീഡ് കണക്കിൻ്റെ മാഷ കയറി വരുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോഴും ഉള്ളത്. അതേപോലെ തന്നെ എൻ്റെ നാട്ടിലൊക്കെ പല സ്കൂളുകളിലും സ്പോർട്സ് ഡേ നടക്കുന്ന സമയത്ത് LP സ്കൂളുകളിൽ ട്രാക്ക് വരയുന്നത് റോഡിലാണ്. ഒരു 100 മീറ്റർ ഓടാനുള്ള ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്കൂളുകളാണ് ഭൂരിഭാഗം സ്കൂളുകളിലും. ഇങ്ങനെയുള്ള സ്ഥിതിഗതികളൊക്കെ മാറിയാൽ മാത്രമേ ഫുട്ബോൾ വളരുള്ളൂ. PT പീരീഡ് ഒരു കണക്കിൻ്റെ മാഷ കയറി ചെന്നാൽ അത് അത്രയും നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിയാലാണ് ഫുട്ബോളിന് മാറ്റം വരുള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം നിഷേധിക്കുന്നത് എത്രത്തോളം വലിയ തെറ്റാണോ അത്രത്തോളം വലിയ തെറ്റാണ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പന്തും മൈതാനമൊക്കെ നിഷേധിക്കുന്നത്. അത് നിഷേധിക്കാതിരിക്കുക, കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഞാൻ കളിച്ച് അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വരുന്നതൊക്കെ പാലക്കാട് ഒരു വലിയൊരു കോളേജിലാണ്. ഏകദേശം 3000-ന് മുകളിൽ കുട്ടികൾ അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളിലൊക്കെ ഇപ്പോൾ ഒരു കോളേജ് ഡേ ആയാലും അല്ലെങ്കിൽ ഒരു യൂണിയൻ ഇനാഗ്രേഷൻ ആയാലും ഒരുപാട് വലിയ ക്രൗഡാണ്. 3000 കുട്ടികളുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000-2500 കുട്ടികൾ എന്തായാലും അവിടെ വന്നിരിക്കും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ സ്പോർട്സ് ഡേ ഒക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 200-300 കുട്ടികളാണ്. കാരണം കുട്ടികൾ ആ ഒരു സ്പോർട്സ് ഡേ എന്ന ദിവസം ലീവ് എടുക്കാൻ വേണ്ടി കാത്ത് നിൽക്കുക. അങ്ങനെ കുട്ടികളുടെ മനോഭാവം ഒരുപക്ഷെ പിന്നോട്ട് വരിക, അല്ലെങ്കിൽ അതിലേക്ക് പുഷ് ചെയ്യാൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പുഷില്ല. ടീച്ചേഴ്സ് വിചാരിക്കാം, ടീച്ചേഴ്സ് ഇപ്പോൾ കോളേജിൻ്റെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ടീച്ചേഴ്സ് പുഷ് ചെയ്യും. അപ്പോൾ അത് സ്പോർട്സ് ഡേയിലേക്ക് ടീച്ചേഴ്സ് കൂടി പുഷ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികളെല്ലാം കടന്നു വരും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ സ്പോർട്സിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരത്തേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഫുട്ബോളിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു വലിയൊരു മുന്നേറ്റം നമുക്കുണ്ടായി? കാരണം വിവാ കേരളയുടെ ക്യാപ്റ്റനാണ്. നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം FC എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വിവാ കേരള എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു വലിയൊരു ടീമായിരുന്നു ഐ ലീഗിൽ.
സോ അത് മാത്രമല്ല ഐ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ മലയാളി ഗോൾ കീപ്പർ ക്യാപ്റ്റനാണ്. സോ എങ്ങനെയാണ് ഈ ഫുട്ബോളിലേക്ക് എത്തിപ്പെട്ട, എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നേട്ടങ്ങൾ എങ്ങനെയാണ് കൈവരിച്ചത്? ഞാൻ എന്താ പറയുക, ചിന്മയ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചിന്മയയിൽ ഇപ്പോൾ സാധാരണ ഇപ്പം വൈശാഖ് പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും പഠിക്കണം, പഠിച്ചാലേ നമുക്കൊരു ജോലി കിട്ടുകയുള്ളൂ, പഠിച്ചാലേ നമുക്കൊരു മുന്നോട്ടേക്കുള്ള ലൈഫുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതേ ഒരു കാറ്റഗറി ആയിരുന്നു എൻ്റെ ഫാമിലിയിലും. മീൻസ് നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കണം. അപ്പോൾ എൻ്റെ അച്ഛന് അതിന് മാത്രം കപ്പാസിറ്റി ഒന്നും ഇല്ലായിരുന്നു, പുള്ളി ഓട്ടോ ഡ്രൈവറൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, എൻ്റെ മോൻ ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വല്ല എഞ്ചിനീയറോ ഡോക്ടറോ എന്തെങ്കിലും ആവും എന്നുള്ള പ്രതീക്ഷയിൽ മാക്സിമം അവർക്ക് കിട്ടാവുന്ന എല്ലാ സമ്പാദ്യവും ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും സാധാരണ പോലെ തന്നെ ഈ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടു. അപ്പം അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ നടക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്ക് സ്പോർട്സിനോടൊരു ഇൻട്രസ്റ്റ് വന്നു. സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൽ എന്തോ ബാക്കിയുള്ള പഠിച്ചിട്ട് ഒരുപാട് എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു, മീൻസ് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് അതൊക്കെ കിട്ടുമ്പം നമ്മൾ എഡ്യൂക്കേഷനിൽ ഭയങ്കരമായിട്ടൊരു സംഭവമാണെന്നുള്ളതാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ ബെസ്റ്റ് സ്പോർട്സ്മാൻ അവാർഡ് ഒരാൾക്കേ കിട്ടുന്നുള്ളൂ. ഇപ്പം ബാക്കി എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് വെച്ചാൽ ക്ലാസ്സിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവിടെ നിന്നാണ് സ്പോർട്സിനൊരു കരിയർ ഉണ്ട് എന്ന് അല്ല, മനസ്സിലായി. അപ്പോൾ എനിക്ക് സ്പോർട്സ് എന്തോ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോർട്സ് ചെയ്യുന്നവരെ ഇവർക്ക് ക്ലാസ്സിലെല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, പക്ഷേ ബെസ്റ്റ് സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞുള്ള അവാർഡ് ഒരാൾക്കേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നിട്ട് ഒരു ആലോചന അപ്പോഴാണ് വന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അത്രയും സപ്പോർട്ടായിരുന്നു. അമ്മ എടുത്തുകൊണ്ടാണ് എന്നെ ഒരു 5ാം ക്ലാസ് വരെ സ്കൂളിൽ കൊണ്ടുപോയത്. പക്ഷേ ഞാൻ നടക്കാൻ തുടങ്ങിയ കാലം മുതൽ എനിക്ക് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വന്നു. ഞാൻ ഫസ്റ്റ് അത്ലറ്റായിരുന്നു. അങ്ങനെ അവിടുന്ന് ചിന്മയ സ്കൂളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്പോർട്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ അത്ലറ്റായിട്ടാണ് എൻ്റെ മീൻസ് എൻ്റെ സ്പോർട്സ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ചിന്മയ സ്കൂളിൽ തന്നെ. ചിന്മയ സ്കൂളിൽ മീൻസ് എനിക്ക് സ്പോർട്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഓടണം, ചാടണം, ഈ കുട്ടികളുടെ കൂടെ ഓടണം എന്നൊക്കെ ഉള്ളൊരു. പക്ഷേ എൻ്റെ ഹാൻഡിക്യാപ്ഡ് എന്നുള്ളൊരു ലേബിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിനക്ക് കഴിയില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട്. ഈവൻ പ്രിൻസിപ്പാൾ വരെ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടീനെ ഓടുന്നത് ശ്രദ്ധിക്കണം, ആ കുട്ടി വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അങ്ങനെ അങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു. അല്ലാതെ അവൻ ഓടിക്കോട്ടെ വീണോട്ടെ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അവൻ വീണോടത്തുനിന്ന് എഴുന്നേറ്റോളും. പക്ഷേ ഞാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ വീണാലും എഴുന്നേക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എഴഞ്ഞു നടന്ന് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ മുട്ടിട്ട് വന്നു, എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ പറയുമല്ലോ, നീന്തിയിട്ട് അങ്ങനെ പിന്നെ മുട്ടിലെഴുന്നേറ്റു, പിന്നെ സ്റ്റെപ്പ് വന്ന് വീണു. ഞാൻ എൻ്റെ ഒരു എൻ്റെ കരിയർ എന്നല്ല, എൻ്റെ ജീവിതം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എഴഞ്ഞോടത്തുനിന്ന് ഞാൻ പിന്നെ എഴുന്നേറ്റ് നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ നടുക്കുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഏകദേശം മീൻസ് നിലത്തുനിന്ന് നേരെ നടക്കാനാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതില്ല. ഫുട്ബോള് ഞാൻ ചിന്മയ സ്കൂളിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞ ഒരു കോമഡിയാണ്. എനിക്ക് കമ്പ്യൂട്ടർ എക്സാം ഉണ്ടായിരുന്നു. അപ്പം കമ്പ്യൂട്ടർ എക്സാം ഉള്ളത് കൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് സ്കിപ്പ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അന്നത്തെ സെയിം ദിവസം ജീവിരാജ സ്കൂളിലെ സെലക്ഷൻ ട്രയൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ കണ്ടിട്ട് മീൻസ് അന്നാണ് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട്. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എക്സാം ആ മിസ്സിനെ പേടിച്ചിട്ടാണ് ഞാൻ ജീവിരാജൻ്റെ സെലക്ഷൻ ഇറങ്ങുന്നത്. എനിക്ക് മീൻസ് സ്പോർട്സിൽ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അത്ര വലിയ ഇപ്പോൾ ജീവിരാജ സ്കൂൾ എന്താണെന്ന് എനിക്കറിയില്ല, സ്പോർട്സ് സ്കൂൾ എന്താണ്, ഹോസ്റ്റൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ എക്സാം എനിക്ക് അന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ എക്സാം അപ്പോൾ അന്നത്തെ ഒരു ഒറ്റ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിരാജൻ്റെ സെലക്ഷന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്തോ അവിടെ പോയപ്പോൾ എനിക്ക് ജീവിരാജ സ്കൂളിൽ സെലക്ഷൻ കിട്ടി. ആ സെലക്ഷൻ കിട്ടിയതിലാണ് പിന്നെ എൻ്റെ സ്പോർട്സ് കരിയർ സ്റ്റാർട്ടാവുന്നത്. പക്ഷേ ജീവിരാജയിൽ ഞാൻ പോകുമ്പോൾ ഇപ്പോൾ ജീവിരാജയിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ശ്രീജേഷ്, നമ്മുടെ ഒളിമ്പ്യൻ. ഇപ്പോൾ നമുക്ക് കറണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. ഇപ്പോൾ Under-19 അങ്ങനെയൊക്കെ ആയിരുന്നു ഹോക്കി. അപ്പോൾ പുള്ളി ഉണ്ട് അവിടെ. പിന്നെ ജസ്റ്റിൻ സ്റ്റീഫൻ ഒരേ ക്ലാസ്സിലായിരുന്നു. ഇപ്പം ഞാനായാലും ശ്രീജേഷ് ഉണ്ട്, പിന്നെ ജസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലായിരുന്നു. ഞങ്ങൾ ജീവിരാജയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അത്ലറ്റാണ്.
എല്ലാവരും അത്ലറ്റാണ്. പിന്നീട് അവിടെ നിന്നുള്ള പെർഫോമൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റി നോക്കിയിട്ട് നമുക്ക് ഓരോ ഗെയിം സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഓരോ ഇതിലേക്ക് പോവുക. അങ്ങനെ ഞാൻ ചെന്നിട്ട് നമ്മുടെ ജീവരാജലെ കോച്ചിനെ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഫുട്ബോളിലേക്ക് വരാൻ താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ മാമന്മാരെ കൂടിയും ഇവരെ കൂടെയൊക്കെ കളി കാണാനൊക്കെ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കളിച്ചിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കളി കാണാൻ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഇവരെ ബോൾ ടച്ച് ചെയ്തിട്ടൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കോച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മീൻസ് എൻ്റെ കൈയും കാലൊക്കെ നല്ല ബെൻഡായിരുന്നു. നമ്മളൊരു കുഞ്ഞിക്കൂനൻ മോഡലിൻ്റെ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു. ഇല്ല അത് പുള്ളി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പറ്റിയ പരിപാടിയല്ല ഫുട്ബോൾ എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. മോനെ നീ വേറെ ഏതെങ്കിലും ഗെയിം നോക്കിക്കോ, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളതാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് മോൻ വേറെ ഏതെങ്കിലും ഇവന്റ് നോക്കിക്കോ എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താ അപ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം, ഒരു എനിക്ക് കഴിയുമെന്ന് അങ്ങനെ എന്തെങ്കിലും? അല്ല, ആ ടൈമിൽ നമുക്ക് അത്ര വലിയ മനസ്സിനൊന്നും കരുത്തില്ല. മീൻസ് എനിക്കിനി ലൈഫില്ല എന്നുള്ളൊരു ലെവലിൽ തന്നെ ഞാൻ പോയിട്ടുള്ളത്. അപ്പം ഞാൻ ബാസ്കറ്റ് ബോൾ ട്രൈ ചെയ്തു, വോളിബോളിൻ്റെ കോച്ചിനെ പോയി കണ്ടു, അത്ലറ്റ്, അങ്ങനെ എല്ലാ മേഖലയിലും നോക്കി. പക്ഷേ ഒന്നും നടക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു വീഡിങ് ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. വീഡിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ട്രിക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കും, ജീവരാജ സ്കൂളിൽ നിന്ന് പുറത്താക്കും. എന്ന് വെച്ചാൽ നമുക്ക് മീൻസ് സ്പോർട്സിലൊരു റിസൾട്ടും ഇല്ലെങ്കിൽ നമ്മളെ പുറത്താക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഏതെങ്കിലും ഒരു സ്പോർട്സ് ഏതെങ്കിലും ഒരു ഇവൻറ്റ് ചെയ്യണമെന്നല്ല. ലോങ് ജമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഹൈ ജമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ മൊത്തം. പിന്നെ ആകെ കണ്ടിട്ടുള്ളതും അറിയുന്നതും ചെറുപ്പം മുതൽ ഞാൻ വെച്ചാൽ കോഴിക്കോട് സ്വദേശി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുട്ബോളാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള സ്പോർട്സ്. മീൻസ് എനിക്ക് ജീവരാജ പോകുന്നത് വരെ ഈ എന്താ പറയുക, ഈ ഫുട്ബോൾ മാത്രമാണ് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീടിന് മുറ്റത്തും അങ്ങനെ അവിടെയൊക്കെ വയലുകളായിരുന്നു. ഇപ്പം ഹൈലൈറ്റ് മാള് അത് ഇതൊക്കെ വന്നു. അപ്പോൾ ചേർത്തിട്ട് ഈ ഫുട്ബോൾ എന്നത് തുടങ്ങുന്നത് അപ്പോൾ ഏത് ക്ലാസ്സിൽ നമ്മൾ ഈ തുടങ്ങുന്നത്? ഞാൻ ഏകദേശം 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവരാജ സ്കൂളിൽ സെലക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പം അവിടെ അന്ന് ഓപ്പൺ സെലക്ഷൻ നടക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെ. അപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഓപ്പൺ സെലക്ഷന് പോയിട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ടീമിനല്ല കളിക്കുന്നത്, ഞാൻ ജില്ലാ ടീമിനാണ് കളിക്കുന്നത്. ജില്ലാ ടീമിന് കളിച്ചപ്പോഴാണ് എനിക്ക് കളിക്കാൻ കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് എൻ്റെ കോച്ചിനൊരു ഡൗട്ട് വന്നിട്ട് എന്നെ തിരിച്ച് ടീമിലേക്ക് എടുത്തത്. അപ്പം ഓൾറെഡി ഒരു ജില്ലാ ടീം കളിച്ചൊരു പ്ലെയറിനെ നമ്മുടെ സ്കൂൾ ടീമിൽ എടുത്തില്ലെങ്കിൽ സ്കൂൾ ടീമിന് മോശമാണല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ചിട്ട് തന്നെ അങ്ങനെയാണ് ഞാൻ ജില്ലാ ടീമിനാണ് കളിച്ചത്. അതേ ആ ഒരു സമയത്ത് തോന്നുന്നു വൈശാഖിൻ്റെ ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു ആ ഒരു ഹൈസ്കൂളിൽ ആ ഒരു ഹയർ സെക്കൻഡറി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ശരി, അതായത് അന്ന് പന്ത് തട്ടി തുടങ്ങുകയാണ് വൈശാഖ്. മീൻസ് എൻ്റെ പന്ത് കളി തുടങ്ങുന്നതും വൈശാഖിൻ്റെ പന്ത് കളി ഏറെക്കുറെ ആ ഒരു സമയമായിരുന്നു. വൈശാഖിൻ്റെ പന്ത് കളി സ്റ്റോപ്പ് ആവും എന്നുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ പന്ത് കളി സ്റ്റാർട്ട് ആകുന്നത്. ലൈഫ് തന്നെ മാറുന്നത്, വൈശാഖിൻ്റെ ലൈഫ് മാറുന്ന, രണ്ടുപേരും ലൈഫ് മാറുന്നത് ഒരേ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്താ പറയുക, പിന്നീട് എങ്ങനെയാണ് വൈശാഖ് അപ്പോൾ കയറി വന്നത്, ഈ ഒരു ഫുട്ബോളിലേക്ക് കയറി വന്നത്? ഫുട്ബോളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും ഒരു അധ്യാപകൻ്റെ മകനാണ്. പഠനത്തിലൊക്കെ ഒരുപാട് പിറകോട്ടിലോട്ടാണ്. ഞാൻ പരീക്ഷകളിലൊക്കെ തോറ്റു നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മാഷ്മാർ അധ്യാപകന്മാർ എന്നോട് പറയും, ഈ ഒരു അധ്യാപകൻ്റെ മകനല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ അപ്പോൾ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനായിരിക്കും എല്ലാവരും പറയാം. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നുകിൽ ഒരു മിലിറ്ററിക്കാരനാവണം, ഇല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ രണ്ട് ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു അപകടം പറ്റുന്നത്. ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എൻ്റെ ചികിത്സയൊക്കെ നടന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കോഴിക്കോട്. ഞാൻ കാല് മുറിച്ച വിവരമൊക്കെ അറിയുന്നത് അപകടം പറ്റി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ചിന്ത, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മിലിറ്ററിയിൽ പോകാൻ പറ്റുമോ, കാലില്ലാണ്ട് ഇത് രണ്ടും നടക്കൂല എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു. ലൈഫിൽ ആകെ ഒരു തകർന്നൊരു സമയമായിരിക്കും. പിന്നെ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയ, എനിക്ക് തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വീണ്ടും കാലിന് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. സൈക്കിൾ ഓടിക്കാൻ നോക്കി, സൈക്കിളിൽ വന്ന് വീണ് കാലിൻ്റെ മുട്ടിൻ്റെ എല്ല് ചീന്തിപ്പോയി. എന്നാലും എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കളിക്കാണ്ട് നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് പറ്റാത്ത കാര്യമാണ്. ഞാൻ അങ്ങനെ വീണ്ടും രണ്ടാമത് കളിച്ച് തുടങ്ങിയത്, എൻ്റെ അനിയൻ ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അനിയൻ കളിക്കുന്ന ബോൾ എടുത്തിട്ട് ഷെയ്ഡിനും കോണിനൊക്കെ പകരം ചെരുപ്പും കുപ്പിയൊക്കെ വെച്ചിട്ട് സ്റ്റിക്കിലുള്ള നടത്തത്തിൻ്റെ വേഗത കൂടിയ സമയത്ത് ആ പന്ത് തട്ടി പഠിച്ചിട്ടാണ് ഞാൻ കളിക്കാൻ തുടങ്ങുന്നത്. ഞാനങ്ങനെ കളിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്ന അന്ന് മുതൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഏകദേശം അപകടം പറ്റിയ ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ടാമത് എൻ്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ രണ്ടാമത് കളിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എന്നെ നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് കളിക്കാൻ കൂട്ടുന്നത്.
ഞാൻ എപ്പോഴും പറയും എനിക്കൊരു പരിഗണനയും തരാത്തതാണ് എൻ്റെ ജീവിതത്തിലെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് സുഹൃത്തുക്കൾ പരിഗണന തന്നിരുന്നെങ്കിൽ. അല്ല ഇവനും പരിഗണിക്കാറില്ല, ഇവനും പോയിട്ട് നല്ല ടാക്കിലൊക്കെ ചെയ്യും. ഇതാ ഈ സാധനം കൂടെ അങ്ങനെയല്ല, ഇവന്റെ കൂടെ കളിച്ചാലേ അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ കരുതും ഒരു നോർമലായിട്ടൊരു ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ടാ കളിക്കുക എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മളിപ്പോ ഇവൻ നമ്മൾ 2 കാല് വെച്ചിട്ട് നമ്മൾ ഈ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ ഈ സാധനം വെച്ചിട്ട് ഒരു ഐറ്റം ചെയ്യണം. നമ്മൾ പോകുമ്പോൾ അവന്റെ ഹാർഡ് ടാക്ലിംഗ് ഇല്ലേ, സ്റ്റിക്കൊക്കെ വെച്ച് വലിക്കും. ഫുട്ബോൾ അപ്പൊ വൈശാഖ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ പേടി സ്വപ്നമായിരിക്കും, എങ്ങനെ ടാക്കിൾ വരുന്നുള്ള അറിയില്ലല്ലോ. എന്താ വെച്ചാൽ എനിക്ക് ഡിഫൻസ് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് എപ്പോഴും ഞാൻ കളി കാണുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഡിഫൻഡറാണ്. അപ്പോൾ വിങ് ബാക്ക്, സ്റ്റോപ്പർ ബാക്ക് ഒക്കെ കളിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ടാക്കിൾ ചെയ്യാന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം. അല്ല ഇപ്പൊ നൂറിന് ഗ്രൗണ്ടിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു വൈശാഖിനെ, ഇവനോട് പറഞ്ഞു ചേർത്താട്ടാ ഞാൻ രാവിലെ കളിക്കാൻ പോവാ, നമുക്ക് എവിടെ പോവാ. ഞാൻ പറഞ്ഞാ ഞാൻ 100 കളിക്കാറുണ്ട്, അപ്പോൾ ഞാനുണ്ട്, രാവിലെ വരാം. ഞാൻ പറഞ്ഞാ 7 മണി ഒക്കെ ആവും, പിന്നെ എനിക്ക് ഡ്യൂട്ടി ടൈം. അപ്പം പറഞ്ഞു അതും കുഴപ്പമില്ല, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ശരി നീ വാ, ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ വരുന്നതിന് മുമ്പ് മച്ചാൻ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞിട്ട് ഇവനെ മറ്റേ ജെസിക്കാണ് കളിക്കാൻ വന്നപ്പോൾ ഇവനെല്ലാവരും ഒരു എന്താ പറയുക, അയ്യോ ഇവൻ സ്റ്റിക്കൊക്കെ ആയിട്ട് വരുന്നു. നമുക്ക് ഇവനെ അറിയാം, പക്ഷേ ഇവൻ എങ്ങനെ കളിക്കുന്നത്, ഇവൻ്റെ ഇതെന്താന്നുള്ളത് അറിയാം. അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ അത്ര വലിയ ഇവനെ പറ്റി വലിയ പോപ്പുലർ അല്ല എന്നല്ല, ഇവനെ അധികം ആർക്കും അറിയില്ല. ഇവരൊരു എന്താ പറയുക, ഒരു സഹതാപത്തോടു കൂടി അയ്യോ കാര്യമില്ലല്ലോ, ഇവനിപ്പോൾ എങ്ങനെ കളിക്കാൻ കൂട്ടിയില്ല, മോശമാണല്ലോ, അങ്ങനത്തെ ഒക്കെ ലെവലാണ് ഇവനെ കാണുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മച്ചാ എടാ വാടാ സ്റ്റെപ്പൊക്കെ കയറണം, നീ ഇവന് ഇപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കയറുന്നേക്കാൾ സ്പീഡിലാണ് അവൻ പോകുന്നത്. ഇതേ സംഭവം തന്നെയാണ് അവൻ കളിയിലും. നമ്മൾ 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന കൂടി ഉണ്ടാവില്ല, അയ്യോ എന്തായാലും അങ്ങനെ അല്ല. ഇവനെ ടീമിലെടുത്ത് കഴിഞ്ഞിട്ട് ഇവൻ ബോളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ പുള്ളി വിചാരിച്ചു ശരി ഇവനാണല്ലോ, ഇവനെ സിമ്പിളായിട്ട് ട്രിപ്പിൾ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പുള്ളി ബോർഡ് സ്റ്റോപ്പ് ചെയ്ത് ഇവൻ്റെ മുന്നിൽ എന്തോ സ്കില്ലൊക്കെ കാണിച്ച് ആൾ പോകാൻ സ്റ്റിക്ക് കൊണ്ടൊന്ന് കൊടുത്തിട്ട് ആള് ഫ്ലാറ്റ്. അപ്പൊ തന്നെ മനസ്സിലായിട്ടോ ഇത് നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല. അല്ല പുള്ളി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എടാ ഇവന് പടിയൊക്കെ എടുത്തിട്ട് തട്ടുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു ലെവലിലാണ് പോകാൻ. അപ്പൊ ഇവനെ കളിച്ച ആ ഒരു ഇത്. ആംബ്യൂട്ടി ഫുട്ബോളിൽ കാല് മുറിച്ച ആളുകളാണ് കളിക്കുന്ന ഫീൽഡിൽ കളിക്കുന്ന ആളുകളൊക്കെ കാലില്ലാത്ത ആളുകളായിരിക്കും. സ്റ്റിക്ക് ഉപയോഗിച്ചാണ് കളിക്കുക. സ്റ്റിക്കിൽ ബോൾ തട്ടിയാൽ ഫൗളാണ് ആംബ്യൂട്ടി ഫുട്ബോളിൽ. പക്ഷേ ഗോൾ കീപ്പർ നിൽക്കുന്ന ആൾക്ക് 45% ഡിസബിലിറ്റി ഉള്ള ആളുകളാണ് ഗോൾ കീപ്പിംഗ്. അല്ല ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, അപ്പോൾ നീ കളിക്കുന്നതിനിടയ്ക്ക് നീ ആ 100 ബോൾ നോർമൽ ഫുട്ബോൾ കളിക്കുമ്പോൾ സ്റ്റിക്ക് കൊണ്ട് ബോൾ എടുക്കും. ഒരു കാല് കൊണ്ടേ കളിക്കാൻ പറ്റുള്ളൂ ആംബ്യൂട്ടി ഫുട്ബോളിൽ. എന്താ വെച്ചാൽ എല്ലാവരും ഒരേ ലെവലിൽ കളിക്കുന്ന ആളുകളായതുകൊണ്ട് സ്റ്റിക്കിന് കണ്ടാൽ ഹാൻഡ് വിളിക്കും. അങ്ങനെയാണ് അതിൻ്റെ നിയമം. പിന്നെ ആംബ്യൂട്ടി ഫുട്ബോൾ വേൾഡ് കപ്പ് വരെ 7s ആണ് കളിക്കുക. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ആംബ്യൂട്ടി ഫുട്ബോളിൻ്റെ നിലവിലെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെ വരുന്നത്? ഇന്ത്യൻ്റെ ആംബ്യൂട്ടി ഫുട്ബോളിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആംബ്യൂട്ടി ടീം ഉണ്ടായിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു വൈശാഖ് അടക്കം നമ്മൾ അവരുടെ എല്ലാവരും ശ്രമത്തിലാണ് ഈ ആംബ്യൂട്ടി ഉണ്ടായിരുന്നത്. ഞാനിപ്പം നിലവിൽ ടീം ഉണ്ടായ മുതൽ ഞാനാണ് ക്യാപ്റ്റൻ. ആംബ്യൂട്ടി ഫുട്ബോളിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളെ ഗവൺമെൻറ് ഫണ്ട് തരാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ ടീം കളിക്കാൻ പോകുന്നത് സ്വന്തമായിട്ട് സ്പോൺസർഷിപ്പൊക്കെ കണ്ടെത്തിയിട്ടാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ നമുക്ക് ക്യാമ്പിന് കുറഞ്ഞ സമയം നമുക്ക് ടീമിന് ക്യാമ്പ് ഒന്നിച്ചുണ്ടാവുള്ളൂ. പുറത്തുള്ള രാജ്യങ്ങളിൽ നോർമൽ ഫുട്ബോൾ എങ്ങനെയാണോ അതേപോലെ ഫുൾ ടൈം ക്യാമ്പ് ഉണ്ട്. അതേപോലെ ISL ഒക്കെ പോലെയുള്ള ആംബ്യൂട്ടി ഫുട്ബോൾ ലീഗുകളൊക്കെ പുറത്തുള്ള രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക്, ആർസണൽ അതുപോലുള്ള ക്ലബ്ബുകൾക്കൊക്കെ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിൽ വേറൊരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഇപ്പം വൈശാഖ് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. വൈശാഖ് പറഞ്ഞുള്ള കാര്യമാണ്, വൈശാഖ് സ്പോർട്സ് കോട്ട അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ആംബ്യൂട്ടി ടീമിന്റെ ക്യാപ്റ്റനാണ്, പക്ഷേ സർക്കാർ ഭാഗത്ത് അങ്ങനെ റൂൾ ഉണ്ടോ എന്ന് അറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ PSC പരീക്ഷ എഴുതിയിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ജോലി കിട്ടുന്ന മാത്രമല്ല, ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചിട്ടുണ്ട്. എനിക്ക് ഡിഗ്രി സമയത്ത് വോളിബോൾ കളിച്ചിട്ടും എനിക്ക് 1 മാർക്ക് പോലും വോളിബോൾ ടീമിന്റെയും കൂടി വോളിബോൾ ടീമിൽ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് ആംബ്യൂട്ടി ഫുട്ബോൾ ടീം ഇല്ലായിരുന്നു.
അപ്പോൾ ഞാൻ ഒരു വോളിബോൾ ടീമിൻ്റെ സെലക്ഷൻ ഉള്ളത് അറിഞ്ഞിട്ട് ആ സെലക്ഷന് പോയിട്ട് എനിക്ക് കേരള ടീമിൽ സെലക്ഷൻ കിട്ടി. കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി. പിന്നെ ആ കളിയിൽ വെച്ചിട്ട് എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആദ്യം കളിച്ചത് വോളിബോളാണ്. അത് ഡിഗ്രി സമയത്താണ് ഞാൻ വോളിബോൾ കളിച്ചത്. ഞാൻ ഡിഗ്രി സമയത്ത് വോളിബോൾ കളിച്ച് തിരിച്ച് വന്നിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളിച്ചതിൻ്റെ ഗ്രേസ് മാർക്ക് പോലും കിട്ടിയിട്ടില്ല. ആ സമയത്ത് യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു ആംബ്യൂട്ടി അല്ലെങ്കിൽ പാരാലിമ്പിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിം യൂണിവേഴ്സിറ്റിയിൽ ആരും കളിച്ചിട്ടില്ല, അതിനെങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെ അസോസിയേഷൻ എന്താണെന്നൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടൊരു ഒരു പാരാലിമ്പിക്സ് ഇപ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ടാകില്ല ഈ ആംബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്പോർട്സിൽ ഇപ്പോഴും ഒരു സ്ട്രക്ചർ റൂൾസ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പാരാലിമ്പിക്സ് ഗെയിം യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ടോ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു ഗെയിമും നടത്തുന്നില്ല. മനസ്സിലായി? ഇപ്പോൾ നോർമൽ ഫുട്ബോൾ ഇപ്പോൾ സ്പോർട്സ് ഡേ നടത്തുമ്പോൾ നോർമൽ ഗെയിമുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് പാരലായിട്ട് ഒരു പാരാലിമ്പിക് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നടത്തുന്നില്ല. യൂണിവേഴ്സിറ്റി കളിച്ച ആൾക്കാർക്ക് മാർക്ക് കിട്ടുമ്പോൾ ഇന്ത്യ കളിച്ച എനിക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാർക്ക് പോലും കിട്ടിയിട്ടില്ല. പിന്നെ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ടീം എടുത്തിട്ടുണ്ട്. മീൻസ് ആ ഒരു ജില്ലാ ലീഗ് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൽ ഞാൻ വൈശാഖിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മീൻസ് എനിക്ക് ആ ഒരു ഡൗട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈശാഖിനോട് ചോദിച്ചപ്പോൾ വൈശാഖ് പറഞ്ഞു പറ്റുമെന്നാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എടാ നീ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചോട്ടെ. പക്ഷേ ഇവർക്കിപ്പോൾ ഓൾറെഡി ഓപ്പർച്യൂണിറ്റി കുറവാണ്. എന്ന് വെച്ചാൽ ഇവർ എല്ലാവരും കൂടി ഇവരെന്നെ സംഘടിപ്പിച്ചിട്ട് വേണം നടത്താൻ. ഒരു ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ തന്നെ ഇപ്പോൾ വൈശാഖോ അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയിട്ട് വേണം ഈ സംഭവം നടത്താൻ. നേരെ മറിച്ച് ഞാനിപ്പോൾ ഈ ജില്ലാ അസോസിയേഷൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒരു ലീഗ് മാച്ചിൽ ഇപ്പം വൈശാഖിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവൻ ഓൾറെഡി ഇന്ത്യൻ ടീമിന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ആംബ്യൂട്ടി അതൊക്കെ വേറൊരു സംഭവം, പക്ഷെ അവൻ ഫുട്ബോൾ പ്ലെയറാണ്. എൻ്റെ ബേസിൽ അതാണ്. അപ്പം അതിന് എന്തുകൊണ്ട് എൻ്റെ അതിന് കൃത്യമായൊരു എങ്ങനെയാണ് അതിൻ്റെ കാര്യം സ്ട്രക്ചർ ഇല്ല. മറുപടി കിട്ടിയില്ല. അതെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാ സ്പോർട്സ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇവൻറ്റുകൾക്ക് കൃത്യമായൊരു മാനുവലോ അല്ലെങ്കിൽ കൃത്യമായൊരു സ്ട്രക്ചറോ അതെങ്ങനെയാണ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു സപ്പോർട്ട് എല്ലാതൊരു ഓരോരുത്തരും പ്രയോറിറ്റിയാണ്. ഇത് ചില സ്പോർട്സിന് നല്ല പ്രയോറിറ്റി കൊടുക്കും, ചില സ്പോർട്സിന് തീരെ പ്രയോറിറ്റി ഇല്ല. അതാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ആംബ്യൂട്ടിക്ക് കൃത്യമായിട്ടൊരു പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഇതിലേക്ക് ബൂസ്റ്റ് ചെയ്ത് കയറി വരാൻ കഴിയാത്തത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോൾ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ മറ്റു താരങ്ങൾ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടിരുന്നു. സ്പോർട്സ് താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരുപാട് സ്പോർട്സ് താരങ്ങൾക്ക് എന്തില്ല ജോലി, സർക്കാരിന് ഭാഗത്ത് ജോലി. കാരണം അവർ സ്പോർട്സ് കഴിഞ്ഞ ഒരു ഏജ് വരെയാണ് സ്പോർട്സ് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 30-35 അല്ലെങ്കിൽ 40 കഴിഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ അവർ കഴിഞ്ഞു എൻഡ് ചെയ്തു എന്ന് പറയാം. ദെൻ അതിനുശേഷം ഒരു ജോലി, സർക്കാർ ജോലി കൊടുത്താലാണ് അവരുടെ കരിയർ, അവരുടെ ജീവിതം രക്ഷപ്പെടുള്ളൂ. സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ന് ഇപ്പോൾ പ്ലേയേഴ്സിന് നമുക്ക് അവർ ഒരു സർക്കാർ ജോലി കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സ്പോർട്സ് താരങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി കളിച്ചിട്ട് അവർക്കൊരു നല്ലൊരു അംഗീകാരം. ഇപ്പോൾ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 38-40 വയസ്സിനുള്ള ഏജ് എൻഡ് ചെയ്തു. കൂടുതൽ കളിക്കുന്നവരുണ്ടാകാം. അതിനുശേഷം അവരുടെ ഭാവി സുരക്ഷിതമാവണമെങ്കിൽ എന്ത് വേണം? അവർക്ക് നല്ലൊരു ജോലി വേണം. സോ ഇപ്പോൾ ഒരുപാട് കേസ് നമ്മളിപ്പോൾ അനസിൻ്റെയൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിൻ്റെ വാർത്തകൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു ജോലി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്പോർട്സ് താരങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എന്നാണ്. ഇപ്പോൾ വൈശാഖ് ബ്രോ അടക്കം ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനാണ്, എന്നിട്ട് പോലും ഒരു സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ? എന്തായിരിക്കും ചിലപ്പോൾ? അത് ഒരു കാര്യമാണ്. ഇപ്പം പല ആളുകളും ജോലി കിട്ടാണ്ട് നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെഴുതി എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ത്യ കളിച്ച അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാലം കളിച്ച് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയറൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത ആളാണ് അനസ്കക്കൊക്കെ എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തതെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി കിട്ടാത്ത ആളുകളുണ്ട്, ഒരുപാട് കളിച്ചിട്ട്. പക്ഷേ കുറേ ആളുകൾക്ക് ജോലി കിട്ടിയ ആളുകളുമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നാഷണൽ ലെവലിൽ കളിച്ച അല്ലെങ്കിൽ സന്തോഷ് ട്രോഫി കളിച്ച ആളുകൾക്കൊക്കെ ജോലി കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ലെവലിൽ ഒരു കളിക്കാരനാവുക എന്ന് പറയുന്നത് ചെറിയ കഷ്ടപ്പാടല്ല. ആ വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 10-20 വർഷക്കാലത്തോടുള്ള കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഒരു സന്തോഷ് ട്രോഫി ടീമിലോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിലോ എത്തണമെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ നാടിൻ്റെ അഭിമാനം ഉയർത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള എന്താ പറയുക ഒരു നിയമം പോലെ ഒക്കെ വരേണ്ട കാലം കഴിഞ്ഞ്.
അപ്പം അത്രയും ടോപ്പിൽ കളിച്ച ആളുകൾ ഇപ്പം എന്താ സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല മേഖലയുടെ ഇപ്പോൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ജോലിക്ക് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പാരൻ്റ് മരിച്ചിട്ട് ജോലിക്ക് കിട്ടുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ജോലി കയറുന്നതിന്, പക്ഷേ സ്പോർട്സ് താരങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാനൊരു സ്ഥാപനത്തിൽ പോയപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയപ്പോൾ ഒരു സാധനം ശ്രദ്ധിച്ചിരുന്നു. അവനൊക്കെ സ്പോർട്സ് കോട്ടയിൽ വന്നതിൻ്റെ അഹങ്കാരമാണ്, അവനൊരു പണിയെടുക്കില്ല. അങ്ങനെ ഒരു ക്ലീശേ സാധനവും ഇതിൻ്റെ ഇടയിലുണ്ട്. ഈവൻ ഞാൻ സ്പോർട്സ് കോട്ടയിൽ ജോബിന് കയറിയത് ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ റേഷൻ കടയിൽ അരി ഫ്രീ ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓണക്കിറ്റ് കിട്ടുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ലക്കിന് കിട്ടിയൊരു സംഭവമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെ ഭൂരിഭാഗം സൊസൈറ്റി. അപ്പം നമ്മൾക്കത് തിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കാസ്റ്റിൻ്റെ പ്രിഫറൻസ് കൊണ്ട് ജോലി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അച്ഛനമ്മമാർ ആരെങ്കിലും ഒരാൾ ഗവൺമെൻറ് നിന്ന് മരിച്ചു അങ്ങനെ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കിട്ടാമെങ്കിൽ മീൻസ് ഇവർക്ക് ഇത് ഏകദേശം ഒരു ഫ്രീ പോലെ കിട്ടുന്ന ഓണക്കിറ്റ് കിട്ടുന്ന പോലെ കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ ഞങ്ങളിത് ഈ ഒരു പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സന്തോഷ് ട്രോഫി കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിലും ബുദ്ധിമുട്ടാവുന്നില്ല. അർഹതയുള്ള ആളുകൾ തന്നെയാണ് സ്പോർട്സ് താരങ്ങൾ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുമൊക്കെ കളിച്ചവർക്ക് ഈ ജോലി കിട്ടുകയുള്ളൂ. അതൊരു റീസണാണ്. അപ്പം ഈ ജോലി കിട്ടണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെടണം എന്നുള്ളത് നമുക്കൊരു വാല്യൂ ഇല്ല സത്യം പറഞ്ഞാൽ. ബിഹൈൻഡ് ദ സീനിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടുന്നത്. പക്ഷേ അതിന് വേണ്ടൊരു പരിഗണന അഥവാ നമുക്ക് ആ ജോലി കിട്ടിയാൽ തന്നെ പല മീൻസ് പല ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് പിന്നീട് നമുക്കൊരു പ്രൊഫഷണൽ ലൈഫ് ഇല്ല. നമ്മൾ അതോട് കൂടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റോട് കൂടി നമ്മുടെ കരിയർ അവസാനിച്ചു. ഇനിയിപ്പോൾ ആ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്ലെയർക്ക് ഒരു കാരണവശാലും നമുക്കൊരു ഇന്ത്യൻ ടീം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഫുട്ബോൾ അത്രയും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലും കയറുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ റൂൾസ് കാരണമായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എനിക്ക് തോന്നുന്നു ലോങ് ലീവ് ഒന്നും എടുത്ത് പോകാൻ അനുവദിക്കാത്ത ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോഴും ഉണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പ്രൊഫഷണൽ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 35 എന്നുവെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാമിന എല്ലാ എൻഡ്യൂറൻസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ടൈമാണ്. 35 to 40 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഡൗൺ ആവും. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനോനെ പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളർന്നു വരാനുള്ള ഓക്കെ, നമുക്ക് ആ കരിയർ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ വെച്ചിട്ട് ഏകദേശം ഒരു 30 വരെ ഓക്കെയാണ്. പിന്നെ 35 വരെ എത്തുന്ന അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്താം. അപ്പോൾ നമുക്കൊരു 30 to 35 വരെയാണ് നമ്മുടെ ഒരു പീക്ക് സ്റ്റേജ് കഴിയുന്നൊരു ടൈമാണ്. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് സ്പോർട്സ് കോട്ട ജോബ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഇപ്പം പല സ്പോർട്സ് കോട്ട ജോബും ഒരു Under 25 ആണെന്ന് തോന്നുന്നു അല്ലേ? Under 25 ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ മീൻസ് ഏതൊരു സ്പോർട്സ് ആയാലും നമ്മൾ സ്പോർട്സ് കോട്ട ജോബ് കൊടുക്കുന്നത് ആ ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ആ ഒരാൾ അത്രയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടും അത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു പേരുണ്ടാക്കിയ ഒരാൾക്ക് ആ സ്പോർട്സ് കോട്ട ജോബ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ജോബ് കൊടുക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ അത്രയും അവൻ്റെ ചോരയും നീരും എല്ലാം ഒരു നാടിന് വേണ്ടി കഷ്ടപ്പെട്ടതിന് ശേഷം ആ ഒരു ജോബ് കൊടുക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. എൻ്റെ ഒപ്പീനിയനാണ്. അതിപ്പോൾ ഒരു പ്രൊഫഷണൽ കരിയർ ഗ്യാപ്പിൽ ജോലി കൊടുക്കുമ്പോൾ ഒരു സ്പോർട്സ് കോട്ട ജോബ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈവൺ ഇപ്പം അനസായാലും ശരി അവർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ജോബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ ജോലി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ പ്രൊഫഷണൽ കളിക്കാൻ വിടും. അങ്ങനത്തെ ഒരു ഇത് കൊടുക്കണമല്ലോ അവർ മാനദണ്ഡം വെച്ചിട്ട്. അല്ല, അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് സ്ഥിരമായിട്ട് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെന്റ് വെക്കാം. അതെ, ഒരു 35 ഒരു ഏജ്, ഒരു നിശ്ചിതമാക്കപ്പെട്ട ഒരു ഏജ് വെച്ചിട്ട് അതിന് ശേഷം സ്ഥിരമായിട്ട് ഇവിടെ വേണം. അതുവരെ നിങ്ങൾക്കൊരു ഒരു ഗ്യാപ്പ് ലീവ് എടുത്തോളൂ, വന്നിട്ട് ജോയിൻ ചെയ്തോളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓഫ് സീസൺ ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ കളിച്ചത് കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. നമുക്കൊരു പീരീഡ് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫ് സീസൺ ഉണ്ട്, ഒരു 1 month 2 month ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ വന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെന്നും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 കഴിഞ്ഞിട്ട് നമുക്കൊരു ജോബ് കൊടുത്താലും മതി. ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന ഇടയിൽ ഇപ്പോൾ
നമ്മൾ കളിക്കാരായിട്ട് കയറി വന്ന ആളുകൾ നിങ്ങൾ രണ്ടുപേരും വലിയൊരു നേട്ടം ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളിപ്പോൾ ഫുട്ബോളിൽ പ്രത്യേകമായിട്ട് നമ്മളിപ്പോൾ നാട്ടുമ്പുറങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു നാട്ടിലൊരു പയ്യനുണ്ട്, എൻ്റെ ഒരു കസിനാണ്, നൗഫൽ എന്ന പേര്. ഞങ്ങളുടെ നാട്ടിൽ നന്നായി കളിക്കുന്ന, നന്നായി ഫുട്ബോൾ കളിക്കാൻ അറിയുന്നൊരു പയ്യനായിരുന്നു. എൻ്റെ അതേ ഏജ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീമിൻ്റെയൊക്കെ നല്ലോണം ഇപ്പോൾ ഡിഫൻഡറായി നിർത്തിയാൽ നന്നായി ഡിഫെൻഡ് ചെയ്യും, മിഡ്ഫീൽഡറാണെങ്കിൽ നന്നായി മിഡ്ഫീൽഡ് ചെയ്യും, സ്ട്രൈക്കറായി നിർത്തിയാൽ നന്നായി സ്ട്രൈക്ക് ചെയ്യും, നന്നായി സ്ട്രൈക്കറായി കളിക്കാൻ കഴിയും, ഗോൾ കീപ്പറാക്കി അതും ചെയ്യും. അത്രയും ടാലൻറ്റഡ് ആയിട്ടൊരു കളിക്കാരൻ എൻ്റെ കസിനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കണമെന്ന് മാത്രം മൈൻഡ് സെറ്റ് കാരണം അവനെവിടെ എത്തിപ്പെട്ടില്ല. അല്ലെങ്കിൽ ഒരു സാധാ ഒരു ഡിസ്ട്രിക്ട് ടീമിലോ അല്ലെങ്കിൽ സബ് ഡിസ്ട്രിക്ട് ടീമിലോ അങ്ങനെ ഒന്നും എത്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായിപ്പോയി. കാരണം ഒരു പുഷ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. വെറും നാട്ടുമ്പുറങ്ങളിലെ അല്ലെങ്കിൽ നമ്മളൊക്കെ ടൂർണമെൻറ്റുകൾ മാത്രം കളിച്ചിട്ട് അല്ലെങ്കിൽ കളിച്ച് പോകേണ്ട ഒരു സാഹചര്യം. ഇവൻ്റെ ഈ നൗഫലിൻ്റെ അനിയനും അഫ്സലും അങ്ങനെ തന്നെയായിരുന്നു, നല്ല പ്ലെയറായിരുന്നു. ഇവർ തമ്മിൽ കോമ്പിനേഷൻ, ഞങ്ങളുടെ ടീമിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അഫ്സൽ നൗഫൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ഇവർ തമ്മിൽ. അതുപോലെ തന്നെ വേറൊരു പ്ലെയറുണ്ട് ദിലു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇവരൊക്കെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി കോമ്പിനേഷനായിരുന്നു. പക്ഷെ ഇവരൊന്നും എവിടെ എത്തിപ്പെട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു പുഷ് ചെയ്യാൻ ആളില്ല. എങ്ങനെയാണ് ട്രെയിനിങ്ങിന് എങ്ങനെയാണ് പോകേണ്ടത്, എവിടെ പോയി ട്രെയിനിങ് ചെയ്യും, ഏത് അക്കാഡമിയിൽ ചേരും, അക്കാഡമിക്ക് ആര് പൈസ കൊടുക്കും. സോ പാരൻസ് അടക്കം എന്താണ്, കൃത്യമായ ഒരു മെൻറ്റർ ഇല്ല, അതുപോലെ തന്നെ സപ്പോർട്ടില്ല. പാരൻസിൻ്റെ ഭാഗത്ത് പാരൻസ് എല്ലാവരും പറഞ്ഞു പഠിക്കൂ. അല്ല, ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരൻസ് ആയാലും ഇപ്പോൾ ഈവൻ പാരൻസ് ആയാലും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കുട്ടീനെ പഠിപ്പിച്ചു, ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡോക്ടർ MBBS അങ്ങനെ എന്തെങ്കിലും വിട്ടു, മെഡിക്കൽ ഫീൽഡിലോ എന്തായാലും വിട്ടു കഴിഞ്ഞു. പക്ഷെ അവർ സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം സ്പോർട്സിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ISL പോകണമെന്നില്ല, I ലീഗ് ആയാലും അല്ലെങ്കിൽ KSL കേരള പ്രീമിയർ ലീഗ് എന്തായാലും നമുക്കൊരു സാലറീഡാണ്. നമ്മൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചുറ്റും കാണുന്നതാണ് എഞ്ചിനീയറിങ് പഠിച്ചിട്ടുള്ള ആൾക്കാരും ഈ മറ്റേ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, പല കമ്പനിയിലും 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്പോർട്സ് പേഴ്സൺ ഇപ്പോൾ ഇപ്പോൾ കേരള സെവൻസ് കളിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും മാസം? ഒരു ഡെയിലി കളിയുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു പ്ലെയർക്ക് ഒരു മാസമാകുമ്പോഴേക്ക് എങ്ങനെ പോയാലും ഒരു 10-50 മീൻസ് ഞാൻ ഏറ്റവും മിനിമം പറയുകയാണ്, ഏറ്റവും ചെറിയൊരു പ്ലെയർക്ക് 50,000 രൂപ വരെ മുകളിൽ ഇൻകം ഉണ്ട് ഇഞ്ചുറി ഇല്ലാതെ പോവുകയാണെങ്കിൽ. ഇപ്പോഴത്തെ സെവൻസിനെ സംബന്ധിച്ചിട്ട് അവൻ 2 ദിവസമേ കളിക്കുകയുള്ളൂ, അത് വേറെ കാര്യമല്ല. പക്ഷേ നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്. ഇപ്പോഴത്തെ സെവൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, മാറി തുടങ്ങി. അതിൽ മോട്ടിവേറ്റഡ് ആവുകയാണ് പിള്ളേർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണുമ്പോൾ ശരി ഇതാണ് ഫുട്ബോൾ എന്നുള്ള കുറച്ച് ഇൻസ്റ്റഗ്രാം റീലും കൂടി ആകുമ്പോൾ ഫുള്ളായി. ഒരാൾ വരുന്നു, മറ്റാൾ ഇടിക്കുന്നു, ആ ഇടിച്ചവൻ രാജാവ്, മറ്റേ പക്ഷേ നമ്മളെ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ കേരള സെവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈവൻ ഞാൻ വരെ ഈ ഒരു സെവൻസ് കൂടിയാണ് ഞാൻ പ്രൊഫഷണൽ കരിയറിലേക്ക് കയറിയത്. ഈ അടുത്ത് നമ്മൾ കണ്ടൊരു സാധനമാണ് എന്ത്, സെവൻസ് കളിക്കാനിടയിൽ എല്ലാവരും കാണികളെല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു പ്ലെയറിനെ തല്ലുക, അങ്ങനെ പ്ലെയേഴ്സിനെ തല്ലുക, റെഫറിമാരെ തല്ലുക, പ്ലെയേഴ്സ് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കളിയായിട്ട് എടുക്കുന്നില്ല. അതെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കളിയിൽ ഉള്ള വാശി അടിച്ചിട്ടല്ല കളിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ പോലത്തെ ഒരു കളിയാണ്, ചിലപ്പം ടാക്ലിങ്ങും ഫൗളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ദേഷ്യം തിരിച്ച് ടാക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടോ അല്ല അത് കാണിക്കേണ്ടത്, കളിച്ച് ഗ്രൗണ്ടിൽ കളിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അത് രണ്ടും തമ്മിലൊരു വ്യത്യാസം. സെവൻസിലൊക്കെ എനിക്ക് തോന്നുന്നു ബാറ്റ് വാങ്ങണ ഏറ്റവും ചെറിയ പ്ലെയറിന്റെ ഒരു മാസം ബാറ്റ് വാങ്ങിയിട്ട് ഒരു മാസം വരുമാനമാണ് ഈ 50,000 അല്ലെങ്കിൽ 40,000 റേഞ്ച്. സെവൻസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫുട്ബോളിന് ഇത്രയും കൂടുതൽ എന്താ പറയുക, ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ചിട്ട് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കേരളത്തിനൊരു ഇതുണ്ടാവുന്നത് സെവൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. എല്ലാ നാടുകളിലും നന്നായി കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് എനിക്ക് തോന്നുന്നു ബാറ്റൊക്കെ വാങ്ങണം ഒരു മാസമൊക്കെ, ഒരു ദിവസം തന്നെ 10, 15, 20 ബാറ്റ് വാങ്ങുന്ന, ഒരു കളിക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. സോ അത്രയും വരുമാനം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ MBA ഒക്കെ പഠിച്ചിട്ട് ഏകദേശം ചെറിയൊരു സാലറി, ഒരു 1 month സാലറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചില ആളുകളുണ്ട് അത്യാവശ്യം 1 lakh മുകളിൽ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ MBA പഠിച്ചിട്ടും മറ്റ് വേറെ സ്ഥാപനങ്ങൾ പഠിച്ചപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ, ഇപ്പോൾ ഞാൻ MSW പഠിച്ചതാണ്, എൻ്റെ ബാച്ചിൽ തന്നെ കുട്ടികൾ വാങ്ങുന്ന സാലറി എന്ന് അത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് നന്നായി പഠിച്ച് നല്ലോണം അല്ലെങ്കിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ട് അവർ വാങ്ങുന്ന സാലറി എന്ന് പറഞ്ഞാൽ 15,000, 20,000 ആ റേഞ്ചിലുള്ള സാലറികളാണ്.
സോ ഇപ്പുറത്ത് ഫുട്ബോൾ കളിക്കാരൻ ചിലപ്പോൾ അവനക്ക് വിദ്യാഭ്യാസത്തിൽ വലിയ യോഗ്യത ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവൻ വാങ്ങുന്നത് നമ്മളെക്കാൾ വലിയ വലിയ പൈസയാണ്. അവൻ്റെ ജീവിത നിലവാരം മാറി പോവുകയാണ്. എത്ര ആളുകൾ നാട്ടിൻപുറം ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് വളർന്നു വന്നിട്ട് ഇന്ന് വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന എത്ര ഫുട്ബോൾ താരങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ ഒരു മനുഷ്യനെ അറിയാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പാരൻസിൻ്റെ ഇടയ്ക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷൻ കരിയർ ഗൈഡൻസ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ, PG കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസ് എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ എല്ലാ നാട്ടുമ്പുറങ്ങളിലും കൂട്ടായ്മകളൊക്കെ കൊടുക്കും. ഇനി അടുത്ത കോഴ്സ് ഏതെടുക്കാം, ഏത് ജോലിക്ക് പോകാം എന്നുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് സ്പോർട്സിലൊരു കരിയർ ഗൈഡൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത്, സ്പോർട്സിലൊരു കരിയർ ഗൈഡൻസ് അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം സ്പോർട്സ് പേഴ്സൺ എങ്ങനെ എവിടേക്ക് എത്തിപ്പെടാം, എങ്ങനെ ഇതിലേക്ക് ആവാം, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്നുള്ളത് പാരൻസിനും കുട്ടികൾക്കും കൃത്യമായിട്ട് അറിയേണ്ട, സ്പോർട്സിൽ കൂടി കരിയർ ഗൈഡൻസ് വരേണ്ട ഒരു അനിവാര്യമായിട്ടൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫുട്ബോളിൻ്റെ വേറൊരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുട്ബോളിനെ പറ്റിയിട്ട് സാധാരണക്കാർക്ക് അറിയാവുന്നത് ഒരു ഫുട്ബോൾ പ്ലെയർ, ഒരു ഫുട്ബോൾ കോച്ച്, ഈ ഒരു 2 സംഭവങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊരു മാനേജ്മെൻ്റ് ഉണ്ട്. മീൻസ് അതിൽ പല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ടീമുണ്ട്, ഫിസിയോതെറാപ്പി പഠിച്ച 1-2 പേര് വേണം ഒരു ടീമിലേക്ക്, മാനേജർ വേണം. നമുക്ക് കിറ്റ് ബോയ്, ഈവൻ കിറ്റ് മാനേജർ, അവിടുന്ന് മുകളിലേക്ക് ഇഷ്ടം പോലെ പേരുണ്ട്. ഇത് മാനേജ് ചെയ്യണമെങ്കിൽ അത്രയും വലിയ ടീമാണ്. ഒരുപാട് തൊഴിലവസരങ്ങളുള്ളൊരു മേഖലയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു ടീമിന് തന്നെ ഈ സ്പോർട്സ് മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കിറ്റ് മാനേജർ, ഇപ്പം കോച്ച്, റഫറി, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതിന് വിശാലമായിട്ട് കിടക്കുകയാണ്. അതുപോലെ സ്പോർട്സിൻ്റെ എക്യുപ്മെൻസുകൾ ഡിസൈൻ ചെയ്യുന്ന പരിപാടികൾ, ഇപ്പം ബൂട്ട് ഡിസൈനിങ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് സ്പോർട്സ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോർട്സിൽ എന്തൊക്കെ അവസരങ്ങളുണ്ട് നമ്മളെ രക്ഷിതാക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ് അതിനിത്ര സപ്പോർട്ട് കിട്ടാത്തത്. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഓരോ രക്ഷിതാവും വിചാരിക്കുന്നത് എൻ്റെ മകനെ ടീച്ചറാക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? അവർ കാണുന്ന ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവരാണ്. എത്ര പേർക്ക് ആവാൻ പറ്റും? മീൻസ് ഒരു മെഡിക്കൽ കോളേജ് എടുത്താൽ അതിൽ എത്ര ഡോക്ടർമാരെ ഉണ്ടാക്കാൻ പറ്റും? പക്ഷേ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫുട്ബോൾ പ്ലെയർ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ഒരു ടീമിൽ 11 പേര് കളിക്കുന്നുണ്ട്, 18 പേര് കളിക്കുന്നുണ്ട്, 20 മീൻസ് ഇത്രയും ഒരു ടീമാവണമെങ്കിൽ 10-35 പേര് വേണം. അവരെല്ലാവരും പെയ്ഡാണ്. അത്ര അവസരങ്ങളുണ്ട്. അങ്ങനെ എത്ര ടീമുണ്ട് ഇന്ത്യയിൽ.